കലിപ്പന്റെ കുട്ടി ഡോക്ടർ. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അമ്മായി, ആഹാ വന്നല്ല അമ്മായിയുടെ പിറന്നാൾ കുട്ടി. നവിയായിട്ട് എഴുന്നേറ്റോ? അറിയില്ല മോളെ, ഒരു കാര്യം ചെയ്യേ, ഈ ചായ കൊണ്ടുപോയി അവന് കൊടുക്ക്. ശരി അമ്മായി. ആൾ പോകുന്ന നോക്കി ഗൂഢമായ ഒരു ചിരിയോടെ അവർ നിന്നു. ഇതാണ് നമ്മുടെ കഥയിലെ നായിക രാധിക. അച്ഛനെയും അമ്മയും 10 വയസ്സിൽ നഷ്ടപ്പെട്ടവൾ. പിന്നീട് അവൾ നോക്കിയത് മുഴുവൻ അവളുടെ അമ്മായി വസുന്ധരയും അമ്മാവൻ നകുലനുമാണ്. അവരുടെ മകനാണ് നവീൻ. ആളൊരു ഡോക്ടറാണ്. പക്ഷെ അവൻ നല്ലൊരു മനുഷ്യനായിരുന്നില്ല. രാധികയുടെ പേരുള്ള സ്വത്തുക്കളാണ് അവരുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി നവീനെ രാധികയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ പാവ രാധിക ഇതൊന്നും തന്നെ അറിഞ്ഞതേയില്ല. അവൾക്ക് അമ്മായിയെ അമ്മാവനെയും നവീനെയും അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അവളൊരു പുഞ്ചിരിയോടെ നവീന്റെ മുറിയുടെ മുന്നിലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ കട്ടിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ചായയുമായി വരുന്ന രാധികയെ അവൻ വശ്യമായി നോക്കി. അവളൊരു നാണത്തോടെ തലകുനിച്ച് നിന്നു. ഹാപ്പി ബർത്ത്ഡേ രാധിക. നീ ഇന്ന് അമ്പലത്തിൽ പോയോ? സോറി, ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ നിന്നോടൊപ്പം ഞാനും വന്നേനെ. ഏയ് ആന്ന് സാരല്ല നവിയേട്ടാ, എനിക്ക് മനസ്സിലാവും, ഞാനും ഡോക്ടർ തന്നെയല്ലേ. എന്നാ ചായയും കൊടുത്താ. അവൾ ചായ നവീന്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് വാങ്ങിക്കുടിച്ച ശേഷം ഒരു പുഞ്ചിരിയോടെ കപ്പ് വാങ്ങി രാധിക തിരികെ പോയി. അവൾ പോകുന്ന നോക്കി അവൻ മനസ്സിലാലോചിച്ചു. ഓരോ ദിവസം കൂടുന്നവരും പെണ്ണിന്റെ സൗന്ദര്യം കൂടി വരിക. ശരി, കാത്തിരിക്കാം. രാധിക ഒരു ഡോക്ടറാണ്. പഠനം പൂർത്തിയാക്കിയപ്പോൾ ഒരു സീനിയർ ഡോക്ടറുടെ കീഴിൽ ജൂനിയർ ഡോക്ടറുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെ ജോലികളെല്ലാം തീർന്ന ശേഷം അവളുടെ കൂട്ടുകാരിയോടൊപ്പം രാധിക അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നാൽ ബസ് സ്റ്റോപ്പിനടുത്തെത്തിയപ്പോൾ അവിടെ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടു. രാധു, അവിടെ എന്തൊരു വലിയ ആൾക്കൂട്ടം, വാ പോയി നോക്കാം. അവിടെ ചെന്നപ്പോൾ കണ്ടു ഒരുത്തൻ 4 പേരെ അടിച്ചിടുകയാണ്. രാധിക അയാളെ നോക്കി ശേഷം അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, എന്താ ചേട്ടയുടെ പ്രശ്നം? ഒന്നും പറയണ്ട മോളെ, ഇതിവിടെ പതിവാ. ഇവന്മാര് 4 പേര് സ്ഥിരമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെ നോക്കി ഓരോ കമന്റ് പറയും. എത്ര പറഞ്ഞാലും ഇവന്മാരെ അനുസരിക്കില്ല. അതുകൊണ്ടാ. ആ അടിക്കുന്ന ആളറിയോ? അറിയാം, അവന്റെ പേര് കൃഷ്ണ. ആ നിൽക്കുന്ന കുട്ടി എന്തോമാര് പറഞ്ഞു. അത് കേട്ട് അവനിവന്മാരെ എടുത്തിട്ട് പെരുമാറി. പെട്ടെന്നാണ് കൃഷ്ണയുടെ നേർക്ക് ഒരുത്താൻ കല്ലെടുത്തെറിഞ്ഞ്. അവൻ ആ നിമിഷം തന്നെ മാറിയതുകൊണ്ട് ആ കല്ല് കൃത്യമായി രാധികയുടെ നെറ്റിൽ ചെന്ന് കൊണ്ടു. അയ്യോ, എന്റെ തല! ശബ്ദം കേട്ട് കൃഷ്ണ തിരിഞ്ഞു നോക്കി. തറയും പൊട്ടി ചോരൊലിച്ച് നിൽക്കുന്ന രാധിക അവൻ കണ്ടു. പെട്ടെന്ന് അവിടെ പോലീസുകാരും വന്നു. ആ 4 പേരെയും പിന്നീട് കൃഷ്ണയെയും പിടിച്ച് ജീപ്പിൽ കയറ്റി. ജീപ്പിന്റെ പിന്നിലിരിക്കുന്ന കൃഷ്ണ ഒരു നിമിഷം രാധികയെ നോക്കി നിന്നു. രാധിക അവനെ തിരിച്ചു നോക്കി. പെട്ടെന്നാണ് ബോധം പറഞ്ഞവൾ താഴേക്ക് വീഴാൻ പോയത്. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ രാധിക ഹോസ്പിറ്റലിലാണ്. അവളുടെ അടുത്ത് കൃഷ്ണയെ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾ പോലീസ് പിടിച്ചല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വന്ന്? രാധിക ഞെട്ടലോടെ ചോദിച്ചു. പോലീസ് പിടിച്ചെന്നെ തൂക്കിക്കൊല്ലാനല്ല, കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി മാത്രമാ. അല്ല, കൊച്ചെന്തിന് അടി നടക്കുന്ന ഇത് എത്തി വന്ന്? അതുകൊണ്ടല്ലേ തലക്ക് പരിക്കുറ്റിയപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്. അടിയാണുള്ള കൊതി കൊണ്ട് വന്ന് നോക്കിയെന്നല്ല, എന്താ സംബന്ധം അറിയാൻ വേണ്ടി നോക്കിയതാ. നിങ്ങൾ എന്തിനടി അവന്മാരടിച്ച്? പിന്നെ ഒരു കൊച്ചുകുട്ടിയെ നോക്കി മോശമായി സംസാരിച്ചവന് ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അവനോട് സോറി പറയാൻ പറഞ്ഞപ്പോ അവനെന്റെ തന്തയ്ക്ക് വിളിച്ചു. അത് കേട്ടപ്പോ എന്റെ ക്ഷമ കിട്ടും. ഞാൻ നല്ലപോലെ എടുത്ത് പെരുമാറി, അത്രയേ ഉള്ളൂ. രാധിക അവനെ നോക്കി കാണുകയായിരുന്നു. നല്ല കട്ട താടി മീശയുള്ള ഒരുത്തൻ, നല്ല ഉയരമുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഉണ്ണി മുകുന്ദനെ പോലെ ഇരിക്കും. നല്ല ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. ഒരു ലേശം പോലും പുഞ്ചിരിയില്ല. എന്നാ ശരി, ഞാൻ പോകുന്നു. കുട്ടി ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വരണം തോന്നി. ഇപ്പൊ വേദന കുറവുണ്ടല്ലോ, വേറെ വല്ല അത്യാവശ്യമുണ്ടോ? ചെറിയ വേദനയുള്ളൂ, ചേട്ടൻ പോയിക്കോളൂ. പിന്നെ എന്റെ പേര് കുട്ടിന്നല്ല, രാധിക എന്നാ. ചേട്ടന്റെ പേരെന്താ? കൃഷ്ണ. എന്നാ ശരി, ഞാൻ പോകുന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ തിരിച്ചു കിടന്നു. അവള് തന്നെ ഒരു പുഞ്ചിരിയോടെ നോക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാധിക വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ. രാധിക, അപ്പുറത്തെ മുറിയിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, അയാളെ നോക്ക്. ശരി ഡോക്ടർ. രാധിക അവിടെ ചെന്നപ്പോൾ കണ്ടു കയ്യിലും നെറ്റിയിലും ചെറിയ മുറിവുകളുമായി ചോരൊലിച്ചിരിക്കുന്ന കൃഷ്ണയെ. അവന്റെ അരികിലേക്ക് ചെന്ന് കാര്യം ചോദിച്ചു. എന്താ, എന്തു പറ്റിയതാ? കൃഷ്ണ തല ഉയർത്തി ഒരു ചിരിയോടെ ചോദിച്ചു. ഇതാര്, കുട്ടി ഡോക്ടറോ? ഡോക്ടർ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? കുട്ടി ഡോക്ടർ അല്ല, രാധിക. എന്റെ പേര് മറന്നുപോയോ? സോറി രാധിക, ഇനി അങ്ങനെ വിളിക്കാം. എന്തു പറ്റിയതാ? ഇതും തള്ളി കേസ് തന്നെയാണോ? എന്നാ പോലീസിനെ വിളിക്കട്ടെ? പോലീസ് കേസൊക്കെ എപ്പോഴേ കഴിഞ്ഞു, അത്ര വലുതൊന്നുമില്ല. ഒരുത്തൻ എന്നെ കയറി ചൊറിഞ്ഞു, ഞാൻ അവനെ കയറി മാന്തി, അത്രയേ ഉള്ളൂ. പിന്നതേ ഇവിടെ എത്തി. ഇങ്ങനെ എപ്പോഴും തല്ലുകൂടി നടന്നാ തന്റെ വീട്ടുകാരൊന്നും പറയില്ലേ? അതിന് എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്റെ സ്വഭാവം നല്ലപോലെ അറിയാം, അതുകൊണ്ട് അമ്മ അധികമൊന്നും പറയാറില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാതെ കാണുകയോ കേൾക്കുകയോ അറിയിക്കുകയോ ചെയ്താൽ ഞാൻ പ്രതികരിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതാ ഇങ്ങനെ. ഇങ്ങനെ ദേഷ്യം വന്നാൽ ഹോസ്പിറ്റലിൽ കയറിറങ്ങാൻ മാത്രമേ നേരം കാണൂ. ഓ, അതിനിപ്പോ എന്താ, കയറാൻ ഞാൻ റെഡിയാ. നോക്കാൻ കുട്ടി ഡോക്ടർ ഉണ്ടല്ലോ. രാധിക. ഓ രാധിക, ഡോക്ടർ രാധിക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഈ കണ്ട മരുന്നൊക്കെ വെച്ച് കിട്ടിയത്. ഒരു തുണി വലിച്ചിട്ടണം, അത്രയല്ലേ ഉള്ളൂ. തുണിയൊക്കെ തന്നെ, പക്ഷെ അത് കെട്ടേണ്ട രീതിയിൽ കെട്ടണം, ഇല്ലെങ്കിൽ പണി വാളും കേട്ടോ. കേട്ട്. ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആണോ? ആണെങ്കിൽ എന്നൊരു ചായ കുടിച്ചാലോ? ഞാനൊരു ചായ കുടിക്കാൻ പോവാ, വരുന്നോ?
വരൂ. രണ്ടുപേരും ക്യാൻറ്റീനിൽ ചെന്ന് ചായ കുടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ചു. കൃഷ്ണയുടെ ജോലി എന്താ? അങ്ങനെ സ്ഥിരം പണിയൊന്നുമില്ല, കിട്ടുന്ന പണിക്ക് പോകും. കൂലിപ്പണിയെന്ന് തന്നെ പറയാം. പിന്നെ രണ്ടുപേർക്ക് ജീവിക്കാൻ ആ ജോലി തന്നെ ധാരാളമാണ്. അപ്പൊ ഇയാളുടെ വിവാഹം? ഈ കലിപ്പന സഹിക്കാൻ പറ്റിയ പെണ്ണ് വന്നാ കൂടെ കൂട്ടും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കും. അത്രയ്ക്ക് ദേഷ്യക്കാരനാണോ? ഓക്കെ, വീണ്ടും കണ്ടതിൽ സന്തോഷം. ഇനി എവിടെയെങ്കിലും അടിയടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അടികിട്ടി ഇവിടെ വരുമ്പോഴേ കാണാം. ആയിക്കോട്ടെ. പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് അവർ കണ്ടുമുട്ടി. അങ്ങനെ ദിവസം രാധിക ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ സമയം മുറ്റത്ത് നെവിയുടെ കാറ് കണ്ടു. നെവിയായിട്ട് ഇന്ന് നേരത്തെ വന്നു. രാധിക ശബ്ദം ഉണ്ടാക്കാതെ വീടിനകത്തേക്ക് കയറി. അപ്പോഴാണ് അമ്മായിയുടെയും അമ്മാവിന്റെയും നെവിന്റെ അടക്കി പിടിച്ചുള്ള സംസാരം കേട്ടത്. രാധിക വാതിലിന്റെ അരികിൽ ചെവിയോർത്ത് നിന്നു. അവർ പറയുന്ന കാര്യം കേട്ട് രാധിക ഞെട്ടിപ്പോയി. മോനെ, കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇനി എത്രയും വേഗം നിന്റെ രാധികയുടെയും വിവാഹം നടത്തണം. ഇനി അധികം താമസിപ്പിക്കേണ്ട. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വാങ്ങണം. അതിനുശേഷം പാതികളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടാം. അത് കേട്ട നവീൻ പൊട്ടിച്ചിരിച്ചു. ഇറക്കി വിടാനോ? അവളെയോ? അത് നടക്കില്ല. സ്വത്തുക്കൾ നിങ്ങളെടുത്തോളൂ. എനിക്ക് അവളെ വേണം. അവളെ എനിക്കൊരു ആവശ്യമുണ്ട്. നീ എന്താടാ പറഞ്ഞു വരുന്നത്? ഇത്രയും കാലം അവളെ സഹിച്ച അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവളെ ആവശ്യമില്ല. നിനക്ക് അവളേക്കാൾ നല്ല പെൺകുട്ടി കിട്ടും. അതുകൊണ്ട് അവളെ സ്വപ്നം കണ്ട് നീ കഴിയണ്ട. നമ്മുടെ ആവശ്യം നടത്തി കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കാം. അത് പറ്റില്ല അമ്മേ. സ്വത്തുക്കൾ നിങ്ങൾ രണ്ടുപേരും എടുത്തോളൂ. പക്ഷെ എനിക്ക് അവളെ ആവശ്യമുണ്ട്. എന്ന് കരുതി ഞാൻ മരണം വരെ അവളെ കൊണ്ടുനടക്കില്ല. എനിക്ക് മടക്കുമ്പോൾ ഞാൻ അവളെ ഒഴിവാക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. അമ്മ പറഞ്ഞ ശരി തന്നെയാ. എനിക്ക് അവളേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. പക്ഷെ അവളെ ഒന്ന് അനുഭവിക്കാൻ ഞാൻ എങ്ങനെയാമ്മേ ഒഴിവാക്കുക? അതുകൊണ്ട് ആവശ്യം കഴിയുന്നവരെ അവൾ ഇവിടെ തന്നെ വേണം. ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. പക്ഷെ അവളിതൊന്നും അറിയരുത്. അറിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെടും. അതുകൊണ്ട് കല്യാണം കഴിയുന്നവരെ, നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരെ നമ്മൾ 3 പേര് അവരുടെ മുമ്പിൽ നല്ലവരായിട്ട് അഭിനയിച്ചേ പറ്റൂ. ഇത്രയും കാലം അഭിനയിച്ചിട്ട് അവൾക്കൊരു സംശയം തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം. കേട്ടല്ലോ? എല്ലാം കേട്ട് കഴിഞ്ഞ് രാധിക ഒരു മരവിപ്പോടെ നിന്നുപോയി. അവൾക്കുള്ളിൽ ഭയം വന്ന് നിറയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നി. അവൾ ഒന്നും മിണ്ടാതെ അവളുടെ മുറിക്കകത്തേക്ക് ചെന്ന് വാതിലടച്ച് കട്ടിൽ കിടന്ന് കുറെ സമയം പൊട്ടിക്കരഞ്ഞു. തന്റെ വിധിയോർത്ത് ഒരുപാട് കരഞ്ഞറിഞ്ഞ് അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രി വസുന്ധര ഒന്ന് വിളിക്കുന്ന കേട്ടാണ് അവൾ ഉണർന്ന് മിണ്ടാതെ വാതിൽ തുറന്ന് മുന്നിൽ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മായി. പക്ഷെ ആ ചിരിക്ക് പിന്നിൽ ഒരു ചതിയുണ്ടെന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. നീ വന്നപാടെ കയറി കിടന്നുറങ്ങിയോ? എന്തു പറ്റി? നീ വന്ന പോലും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്താ, നിനക്ക് സുഖമല്ലേ? വാ, സമയം ഒരുപാടായി, അത്താഴം കഴിക്കാം. എനിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നാൽ മതി. അത്രയും പറഞ്ഞ് അവൾ വാതിലടച്ചു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇനി ഇവിടെ തുടരാൻ പറ്റില്ല. കഴിക്കുന്ന ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ പോലും ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല. ഈ രാത്രി തന്നെ ഇറങ്ങണം. നാളെ നേരം വിളിക്കുന്നവരെ കാത്തിരിക്കാൻ കഴിയില്ല. എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ച് അവൾ തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്തു. ആ രാത്രി എല്ലാവരും ഇറങ്ങിയപ്പോൾ അവൾ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ഒരു സെക്കൻഡ് പോലും സമയം കളയാതെ വേഗം റോഡിലേക്ക് ഇറങ്ങി ഓടി. ഒരുപാട് ദൂരം നടന്നുകൊണ്ട് അവൾക്ക് നല്ല ക്ഷീണവും തളർച്ചയും തോന്നി. അടുത്തേണ്ട ഒരു ബസ് സ്റ്റോപ്പിൽ അവൾ ഇരുന്നു. നല്ല ഇരുട്ടാണ്. എങ്ങോട്ട് പോകുന്ന പേടിയാവുന്നുണ്ട്. അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മുന്നിലൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. രാധിക തല ഉയർത്തി നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന കൃഷ്ണ. എങ്ങോട്ടാ കുട്ടി ഡോക്ടറെ? പാതിരാത്രി ബാഗും തൂക്കി എങ്ങോട്ടെങ്കിലും പോവാണോ? അവളൊന്നും മിണ്ടാ തലകുനിച്ചിരുന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഉള്ളിൽ എന്തോ നല്ല വിഷമം കിടപ്പുണ്ടെന്ന്. അവൻ പതിയെ ബൈക്കിൽ നിന്നിറങ്ങി അവിടെ അരികിലായി വന്നിരുന്നു. എന്തു പറ്റി കുട്ടി ഡോക്ടറെ? മുഖത്തൊരു സങ്കടം. എന്താ, വീട്ടുകാരെ വഴക്കിട്ടോ അതോ വീട്ടുകാരെ ഇറക്കി വിട്ടോ? രണ്ടുമല്ല, ഞാൻ ഇറങ്ങിപ്പോന്ന. എനിക്കിനി അവിടെ നിൽക്കാൻ കഴിയില്ല. പേടിയാ. അതുകൊണ്ട് ഈ രാത്രി തന്നെ ഇറങ്ങിപ്പോന്ന്. അതിന് മാത്രം എന്താ ഉണ്ടായത്? എന്നോട് തുറന്നു പറ. രാധിക കാര്യങ്ങൾ മുഴുവൻ കൃഷ്ണയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞാൽ കൃഷ്ണന് മുഖത്ത് വല്ലാത്തൊരു ചിരി വന്നു. എന്തിനാ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നല്ലൊരു ബലിയാടായിട്ടാണല്ലോ അവർ നിന്നെ വളർത്തിയത്. സമയമായപ്പോൾ നിന്റെ കഴുത്തിൽ കത്തിയും വെച്ചു. പക്ഷെ നിന്റെ നല്ല കാലത്തിന് അവർ കത്തിയെടുക്കുന്നത് നീ കണ്ടു. അതുകൊണ്ടാ നീ ഇപ്പൊ ഇറങ്ങിപ്പോന്നു. എന്തായാലും ഇറങ്ങി. അപ്പൊ പിന്നെ നാളെ നേരം വിളിക്കുന്നവരെ നിനക്കൊന്ന് കാത്തിരിക്കായിരുന്നില്ലേ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന ആ സമയം ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചുപോയി. അതുകൊണ്ടാ. ഇനി എന്ത് ചെയ്യാനാ? എങ്ങോട്ടേക്ക് പോകാനാ? പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കൂട്ടുകാരിയോ ബന്ധുവോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആക്കാം. അങ്ങനെ ആരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് ഒരാളേ ഉള്ളൂ. ആളുടെ വീട്ടിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. ആളുടെ വീട്ടിൽ അവൾക്ക് 2 ചേട്ടന്മാരുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. പിന്നെ എങ്ങോട്ട് പോകും? ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിൽക്കും. അതേ ഉള്ളൂ വഴി. എന്നെ ഒന്ന് സഹായിക്കാമോ? പിന്നെ ഈ പാതിരാത്രി നിനക്ക് വേണ്ടി മാത്രം ഹോസ്റ്റലിൽ തുറന്നു വെച്ചേക്കല്ലേ? അതൊക്കെ പകലേ നടക്കും, ഈ രാത്രി നടക്കില്ല. അതുകൊണ്ടാ പറഞ്ഞ് നാളെ നേരം വിളിക്കുന്നവരെ നിനക്കൊന്ന് കാത്തിരിക്കായിരുന്നില്ലേ എന്ന്. മാത്രമല്ല ഈ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? ഇങ്ങോട്ട് പോവും. എനിക്ക് പേടിയാവുന്നുണ്ട്. നാളെ നേരം വിളിക്കുന്നവരെ നീ ഒന്ന് കാത്തിരുന്നേ പറ്റൂ. അതുകൊണ്ട് തൽക്കാലം നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോ. എന്നിട്ട് നാളെ രാവിലെ ആരെയും കാണാൻ ചാടിയാൽ മതി. വേണമെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വാ, എഴുന്നേക്ക്. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് പേടിയാ. ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. എനിക്ക് പേടിയാ. പിന്നെ ഈ പാതിരാത്രി നീ എങ്ങോട്ട് പോകും? എവിടെ കിടന്നുറങ്ങും? എന്ത് വിശ്വസിച്ചാ നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോകുന്നത്? എനിക്ക് കൂട്ടിരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോളൂ, ഞാനിവിടെ ഇരുന്നോളാം. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. തെളിയും തെളിയും. ഇപ്പൊ തെളിഞ്ഞു നിൽക്കുകയാണല്ലോ പെരുവഴി. ആ വഴിയിലാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ വാ. എൻ്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ. നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് പറയാൻ എന്നെ കൊണ്ട് കയറി ചെല്ലും? നിങ്ങളുടെ അമ്മ സമ്മതിക്കോ എന്നെ വീട്ടിൽ കയറ്റാൻ? ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? നീ ആരാ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വഴി കിടന്ന് കിട്ടിയതാണ്, ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. നാളെ നേരം വിളിക്കുമ്പോൾ സ്ഥലം കാലിയാക്കും, അത്രയും പറയും. അല്ലാതെ നീ എൻ്റെ പെണ്ണാണ്, എൻ്റെ ഭാര്യയാണ്, ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നാന്നൊന്നും പറയാൻ പോകുന്നില്ല. പോരെ, സമയം കളയാതെ എഴുന്നേറ്റ് വാ, പോവാ. ശരി. അങ്ങനെ കൃഷ്ണയോടൊപ്പം രാധിക അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കൃഷ്ണയുടെ അമ്മ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. കിച്ചു, ഏതാണ് ഈ പെണ്ണ്? ഈ പാതിരാത്തിക്ക് നീ ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുവന്നാണോ? അതൊക്കെ പിന്നെ പറയാമ്മ, ആദ്യം ഇവളെയും കൊണ്ട് അകത്തേക്ക് പോ. ഇല്ല, കാര്യം പറയാൻ ഞാൻ കേട്ടില്ല. സത്യം പറ, ഏതാ കൊച്ചേ? നീ ഇവന്റെ കൂടെ പോന്നാണോ? രാധിക അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അവളുടെ കണ്ണീര് കണ്ടതും കൃഷ്ണയുടെ അമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു നോവ് വന്നു. കൃഷ്ണ നടന്ന സംഭവം മുഴുവൻ അമ്മയോട് പറഞ്ഞു. അയ്യോ, വലിയ കഷ്ടാണല്ലോ. ഈ രാത്രി തന്നെ ഇറങ്ങി വരണമായിരുന്നോ മോളെ? നാളെ നേരം വെളുത്തിട്ട് ഇറങ്ങിയ പോരായിരുന്നു. അപ്പൊ ഇതാണല്ലേ നീ പറയാറില്ല കുട്ടി ഡോക്ടർ? എന്തായാലും അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. എന്തായാലും ഈ വീട്ടിൽ കയറണ്ട, നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ വീട് കാണിച്ചവർ പറഞ്ഞു. അപ്പൊ ഈ വീട് നിങ്ങളുടെ അല്ലേ? ഇത് ഞങ്ങളുടെ പുതിയ വീടാ. ഇവിടെ താമസം തുടങ്ങിയിട്ടൊന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ വന്ന. പണിയെല്ലാം പൂർത്തിയായി, ഇനി പാല് കാച്ചണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ കാണുന്ന ഞങ്ങളുടെ ശരിക്കുള്ള വീട്. ഇവിടേക്ക് താമസം മാറി അത് വിൽക്കും, അല്ലെങ്കിൽ വാടക കൊടുക്കും. മോളുവാ, നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. ഓടിയുടെ ചെറിയ വീടായിരുന്നത്. സൗകര്യങ്ങൾ കുറവാണെങ്കിലും രാധികക്ക് സമാധാനമായി. കൃഷ്ണയുടെ അമ്മ രാധിക അകത്തേക്ക് ക്ഷണിച്ചു. 2 മുറി, ഒരു അടുക്കളയും ഒരു ഹാളും മാത്രമാണ് അവിടെ. മോളെ, എന്റെ മുറിയിലേക്ക് കിടന്നു. അങ്ങോട്ടേക്ക് പോകണ്ട കേട്ടോ, അത് അവന്റെ മുറിയാ. ആകെ വലിച്ചുവാരി ഇട്ടേക്കുക, ഒന്നും അടുക്കി വെക്കില്ല. മോള് വാ. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ജാനകി. ജാനുമ്മയെന്ന് വിളിച്ചോ. കിടന്നുറങ്ങിക്കോ, ഒരുപാട് സമയമായില്ലേ. ഞാൻ അവന് ഭക്ഷണം കൊടുത്തിട്ട് വരാം. പിറ്റേന്ന് രാവിലെ രാധിക ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി. ജാനുമ്മ, ഞാൻ പോവാ, വൈകിട്ട് കാണാം. നീക്ക് മോളെ, ഇതാ ഇത് കൊണ്ടുപോയിക്കോ. തനിക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാണ്. അത് കണ്ടത് രാധികയുടെ കണ്ണ് നിറഞ്ഞു. വേണ്ടായിരുന്നു, ഞാൻ ക്യാൻറ്റീനിൽ നിന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത് മതിയായിരുന്നല്ലോ. ഓ, അതൊന്നും വേണ്ട, കുറച്ച് ചോറും കറിയും ഉണ്ടാക്കി തന്ന് വിടാൻ എനിക്കും പറ്റും. മോൾ ഇതുകൊണ്ട് പോയിക്കോ. മുഴുവൻ കഴിക്കണം കേട്ടോ, സമയം കളയണ്ട. വേഗം ചെല്ല്. നിൽക്ക്, ഞാൻ കൊണ്ടുവിടാം, ഒറ്റയ്ക്ക് വേണ്ട. എൻ്റെ ബൈക്കിൻ്റെ പുറകെ കയറിക്കോ. ഈ ഹെൽമെറ്റ് വെച്ചോ, അപ്പോൾ ഇനി ആരും കണ്ടാൽ തിരിച്ചറിയില്ല. രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഹോസ്പിറ്റലിലെത്തി. വൈകിട്ട് നീ ഒറ്റയ്ക്ക് വരണ്ട, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. നീ ഇറങ്ങാൻ സമയം വിളിച്ചു പറഞ്ഞാൽ മതി. ശരി. അങ്ങനെ പതിയെ പതിയെ രാധിക കൃഷ്ണയെ അറിയാൻ തുടങ്ങി. അവൻ്റെ ഓരോ കാര്യങ്ങളും അവൻ്റെ അമ്മയോട് അവനോടുമായി ചോദിച്ച് മനസ്സിലാക്കി. ജാനുമ്മേ, കിച്ചോട്ട് ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അവൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം. പിന്നീട് പഠനം പൂർത്തിയാക്കിയ ശേഷം അവൻ പഠിച്ചിട്ടില്ല. കൂലിപ്പണിയിലോട്ട് തിരിഞ്ഞു. ഓരോരോ പണികൾ ചെയ്ത് കിട്ടുന്ന കാശിൻ്റെ കൈ കൊണ്ട് തരും. അങ്ങനെ അവൻ കൊണ്ടിരുന്ന ഓരോ കാശും കൂട്ടിവെച്ചാ ആ വീട് പണിത്. കുറച്ചൊക്കെ ലോൺ എടുത്തിരുന്നു, അത് കുറേ മുടങ്ങിയിപ്പോൾ. എല്ലാം കൂടെ ചേർത്ത് വലിയൊരു തുകയായിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം, അല്ലെങ്കിൽ വീട് പോവും, ഉറപ്പാ. ജാനുമ്മ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, എല്ലാം ശരിയാകും. എന്താണ് അമ്മയും കുട്ടി ഡോക്ടർ തമ്മിൽ സംസാരം? എന്നെ കുറിച്ചാണോ? നിന്നെ കുറിച്ച് എന്ത് പറയാൻ? അല്ലെങ്കിൽ തന്നെ പറയാൻ വല്ല ഉണ്ടോ? അയ്യോ, എന്നെ കുറിച്ച് ആരൊന്നും പറയണ്ട, ഞാൻ വെറുതെ ചോദിച്ചാ. അമ്മയുടെയും മകന്റെയും സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് രാധിക. അവരുടെ കളിയും ചിരിയും വഴക്കും കാണേ ഒരു നിമിഷം രാധിക തന്റെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് ഓർത്തുപോയി. അവരിന്ന് തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനി. അവളുടെ മുഖത്തേക്ക് നോക്കിയ കൃഷ്ണക്ക് കാര്യം പിടികിട്ടി. എന്താ കുട്ടി ഡോക്ടർ മുഖത്തൊരു വിഷമം? ഒന്നും ഓർക്കണ്ട, എല്ലാം മറവിക്ക് വിട്ടേക്ക്. കുട്ടി ഡോക്ടർക്ക് ഇപ്പോൾ ഒരു അമ്മ കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓ, അതിന് നീ പറഞ്ഞിട്ട് വേണ്ട അവൾ അറിയാൻ. ഇവളെന്റെ മോള് തന്നെയാ, ഞാൻ അവിടെ അമ്മയും. അപ്പൊ ഞാനോ? നീ എൻ്റെ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അതിന് ഞാൻ തന്നെ പറഞ്ഞു തരണോ? വേണ്ട, പറയണമെന്നില്ല, എനിക്കറിയാം. ഇവള് വന്ന ശേഷം അമ്മ വല്ലാതെ മാറിയിട്ടുണ്ട്. എത്ര നാളെയും മാറ്റുണ്ടാന്ന് കാണാലോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവള് പോവും. അത് കഴിയുമ്പോൾ എൻ്റെ അടുത്തോട് തന്നെയല്ലേ അമ്മ വരുന്നത്. അപ്പൊ ഞാൻ ശരിയായിക്കൊള്ളാം. പോവിയേ? എങ്ങോട്ട്? ഇവളെങ്ങോട്ടും പോവില്ല. ഇനി പോയേ അടങ്ങുള്ളൂ എന്നാണെങ്കിൽ നീ പോയിക്കോ, ഞാൻ എൻ്റെ മോളെ എങ്ങോട്ടും വിടില്ല. അമ്മയെ വെറുതെ വാശി പിടിക്കല്ലേ. ഇവളെവിടെ ഇങ്ങനെ നിർത്താനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ ഇവിടെ പേരിൽ വല്ല കേസും കൊടുത്തിട്ടുണ്ടാവും അവര്, ഇവളെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട്. ആരെങ്കിലും ഇവളെ കണ്ട് തിരിച്ചറിഞ്ഞ് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അറിഞ്ഞാൽ അതിന്റെ പുറകെ വരുന്ന നൂലാമാലയ്ക്ക് എൻ്റെ തലയിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്ന അമ്മയൊന്ന് മനസ്സിലാക്കുക. നാളെ തന്നെ ഇവളെ കൊണ്ടുപോകണം. എടേ, നിനക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ പോകണം, കേട്ടല്ലോ. ജാനുമ്മയുടെ മുഖത്ത് സങ്കടം വന്നു, അതുപോലെ തന്നെ രാധികയും. കുറച്ച് ദിവസമാണെങ്കിലും ഈ അമ്മയും മകനെയും പിരിയാൻ അവൾക്ക് വിഷമം തോന്നി. ജാനുമ്മയാണെങ്കിൽ രാധികയെ സ്വന്തം മകളെ പോലെ കണ്ടിരുന്നു. പക്ഷേ അവൾ നാളെ പോവുകയാണെന്ന് അറിഞ്ഞ നിമിഷം അമ്മയുടെ മനസ്സിനും വല്ലാത്തൊരു നോവ് അനുഭവപ്പെട്ടു. രാധിക എഴുന്നേറ്റ് കൃഷ്ണയുടെ മുറിയിലേക്ക് പോയി. കിച്ചേട്ടാ, ഞാൻ പോണോ? എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം, ഞാനിവിടെ നിന്നോട്ടെ.
ഞാൻ അമ്മയോട് പറഞ്ഞെങ്കിൽ നീയും കേട്ടല്ലേ. ഞാൻ അന്വേഷിച്ചിരുന്നു നിന്റെ കാര്യം. അവരാരോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്നെ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തുമ്പും പിടിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നാൽ പിന്നെ ഞാനും അമ്മയും പെട്ടുപോകും, അറിയാലോ. അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം നീക്കണ്ട. നാളെ രാവിലെ തന്നെ നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിന്നോ. ഞാൻ പോയില്ല, എനിക്ക് പേടിയാ, എനിക്ക് ആരെയും വിശ്വാസമില്ല, ഞാനിവിടെ കഴിഞ്ഞോളാം. രാധു, നീ വെറുതെ വാശി പിടിക്കരുത്. ഞാൻ അവരോട് പറഞ്ഞ നിന്നെ നാളെ അവിടെ എത്തിച്ചോളാന്ന്. ഇനി വാക്ക് മാറാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ഞാൻ അനുസരിച്ചേ പറ്റൂ. പിന്നെ അന്നതുപോലെ ഇവിടുന്ന് ചാടിപ്പോ പോലെ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. എന്റെ കണ്ണു വെട്ടിച്ച് നീ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. വേണ്ട ഈശ്വേട്ടാ, എന്നെ പറഞ്ഞുവിടല്ലേ. എനിക്ക് ഈശ്വേട്ടനെ അമ്മയെ പിരിയാൻ പറ്റില്ല. നീ ആരാടി, എന്റെ ഭാര്യയോ? എന്നെ അമ്മയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറയാൻ? വെറുതെ കിടന്ന് കരയാതെ ഞാൻ പറയുന്ന അനുസരിക്ക്. അതോടെ രാധിക കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുനീര് കണ്ട ഒരു നിമിഷം കൃഷ്ണക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അവനവളെ സമാധാനിപ്പിച്ചു. നോക്കി രാധു, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. കുറെ കടങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് വീട്ടണം. എന്റെ വീടിന്റെ പണി പൂർത്തിയായിട്ട് എത്ര കാലായി, പക്ഷെ ഇതുവരെ കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞാനും ജീവിക്കുന്നത്. നീ ഒന്ന് മനസ്സിലാക്കുക. ശരി, ഞാൻ പോയിക്കോളാം. പിറ്റേന്ന് രാവിലെ രാധിക പോവാൻ റെഡിയായി. അവളെ കൊണ്ടുപോകാൻ കൃഷ്ണ കാറുമായിട്ടാണ് വന്നത്. ഇത് ആരുടെ കാറാടാ? എന്റെ കൂട്ടുകാരൻ്റെയാ. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണം, ഇവളെ കൊണ്ടുപോകണ്ടേ. എന്നാ ശരി മോളെ, പോയിട്ട് വാ. ജാനുമ്മയുടെ അടുത്ത് യാത്ര പറഞ്ഞ് അവൾ കൃഷ്ണയുടെ ഒപ്പം യാത്രയായി. പോകും വഴി കൃഷ്ണയോട് പറയാൻ അവൾ ഒരു കാര്യം മനസ്സിൽ കരുതിയിരുന്നു. എന്നാൽ അവന്റെ മുഖം തീർത്തും ഗൗരവമായിരുന്നു. മുഖമല്ലാതെ ദേഷ്യം കൊണ്ടിരുന്നു. എന്തുപറ്റി, മുഖം വല്ലാണ്ടിരിക്കുന്നു? ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. എന്റെ തോന്നൽ തന്നെ ഞാൻ പറഞ്ഞു. കീച്ചേട്ടന്റെ മുഖം പതിവിലും ഗൗരവമായിട്ടുണ്ടല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞു? ഞാൻ കരുതിയ കീച്ചേട്ടൻ എന്നെ അവിടുന്ന് പറഞ്ഞു വിടില്ലെന്നാ. അങ്ങനെ പറഞ്ഞു വിടാതിരിക്കാൻ ഞാൻ നിന്നെ പ്രേമിക്കുന്നൊന്നുമില്ലല്ലോ. ഇനി അഥവാ അവിടുന്ന് പോരാതിരിക്കാൻ മാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ, ഉണ്ട്. പെട്ടെന്ന് വണ്ടി അവൻ ചവിട്ടി നിർത്തി. രാധികയെ നോക്കി. അവളും തിരിച്ച് കൃഷ്ണയെ നോക്കിയാണ്. സത്യ കീച്ചേട്ടാ, എനിക്ക് കീച്ചേട്ടൻ ഒരുപാട് ഇഷ്ടം. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇറങ്ങടി. പെട്ടെന്ന് കൃഷ്ണയുടെ ഭാവം മാറി. അവന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. ഒരു നിമിഷം രാധിക ഭയന്നുപോയി. എന്താ കീച്ചേട്ടാ? നിന്നെ എത്തിക്കേണ്ട സ്ഥലത്തി, അതുകൊണ്ട് പറഞ്ഞിറങ്ങാൻ. രാധിക ചുറ്റും നോക്കി. ഒരു ഗോഡൌൺ ആണ്. അവൾ പേടിയോടെ കൃഷ്ണയെ നോക്കി. അവൻ അവളെ നോക്കിയ ശേഷം ഒരു നിമിഷം മുന്നിലേക്ക് നോക്കി. അതുകൊണ്ട് രാധികയെ നോക്കിയപ്പോൾ കണ്ടത് തന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നവീനയാണ്. ഒരു നിമിഷം അവൾ ഭയന്നുപോയി. താൻ വീണ്ടും ചതിക്കപ്പെട്ടിരിക്കുന്നു. കീച്ചേട്ടാ, എന്താടി നീ എന്താ പറഞ്ഞ്? നിനക്കെന്നെ വിശ്വാസമാണെന്നോ? എന്നെ നീ പ്രേമിക്കുന്നുണ്ടെന്നോ? എന്നാലേ എനിക്ക് പ്രേമിച്ചെടുക്കാൻ ആരെയും വിശ്വസിക്കാനും സമയമൊന്നുമില്ല. നിന്നെ അവിടെ കയ്യിലേക്ക് കൊടുത്താൽ ഞാൻ പറഞ്ഞ പൈസ എനിക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് മുഴുവൻ കടങ്ങൾ തീർക്കാം. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇറങ്ങി, എന്നിട്ട് അവിടെ കൂടെ പോകാൻ നോക്ക്. വേഗം ഇറങ്ങാൻ നോക്ക്. കിച്ചട വേണ്ട, എന്നെ അവിടെ കൂടെ വിടല്ലേ, എനിക്ക് പേടിയാ, ഞാൻ പോയില്ല. കൃഷ്ണ വണ്ടിയിൽ നിന്നിറങ്ങി അവളെ ബലമായി പിടിച്ചിറക്കി. രാധികയാണെങ്കിൽ അലറിക്കരഞ്ഞു. വേണ്ട കിച്ചേട്ട, അവർക്ക് കൊടുക്കല്ലേ, പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നാൽ കൃഷ്ണ ഒന്നും കേട്ടില്ല. അവൻ രാധിക നവീന്റെ കൈകളിലേക്ക് കൊടുത്തു. അവളുടെ കരഞ്ഞിറങ്ങിയ മിഴികൾ കാണെ ഒരു നിമിഷം കൃഷ്ണയുടെ ഉള്ളിൽ നോവുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ മുഖം വെട്ടിച്ച് തിരിച്ചു നിന്നു. ഗുഡ്, നീ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇനി നിനക്ക് ഇതിന്റെ കാശ് വേണ്ടേ? ഇതാ കൊണ്ടുപോയിക്കോ. നീ പറഞ്ഞതിലും കൂടുതലുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ കാണില്ല. ശരി. കൃഷ്ണ ബാഗോട് തിരിച്ചു കടന്നു. അവന്റെ കാതുകളിൽ രാധികയുടെ അലറിക്കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവനത് കേട്ടില്ല. പെട്ടെന്നാണ് നവീന്റെ കയ്യിൽ കടിച്ച് കൈ കുടഞ്ഞെറിഞ്ഞ് രാധിക കൃഷ്ണയെ കെട്ടിപ്പിടിച്ച്. ഒരു നിമിഷം കൃഷ്ണയും വല്ലാതെയായി. എന്ത് ചെയ്യണമെന്ന് അവന് അറിയില്ലായിരുന്നു. അവന്റെ അരികിൽ നിന്ന് രാധിക ബലമായി പിടിച്ചു വലിച്ച് നവീന്റെ ആളുകൾ തിരികെ കൊണ്ടുപോയി. നവീൻ ദേഷ്യത്തോടെ രാധികയുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു. പന്ന മോളെ, ഒരിക്കൽ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, വീണ്ടും അതേപോലെ രക്ഷപ്പെടാന്നാണോ? നടക്കില്ലടി, എനിക്ക് വേണം നിന്നെ. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. നവീൻ വീണ്ടും രാധികയെ തള്ളി. ആളൊന്നും ചെയ്യരുത്, വേണ്ട. എന്താടാ, നിനക്കെന്താ അവളോട് വല്ല സാധാപുണ്ടോ? നീ പറഞ്ഞ പണി നീ ചെയ്തു, അതിന്റെ പ്രതിഫലം ഞാൻ നിനക്ക് തന്നില്ലേ? ഇനി നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. വളാ, ഇനി കാണാൻ ഇടവരുത്. ഇവളെ നീ അങ്ങ് മറന്നേക്ക്. കൃഷ്ണ പിന്നെ അവിടെ നിന്നില്ല. അവൻ ബാഗും എടുത്ത് തിരിച്ചു പോയി. അവൻ നേരെ ബാങ്കിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് അവൻ മറ്റൊരു സത്യം അറിയുന്നത്. അവൻ വേഗം വീട്ടിലേക്ക് ഓടി. നീ വന്നോ? നീ എന്താണ് ആകെ വിയർത്തിരിക്കുന്നേ? മോളെ കൊണ്ടുപോയി ഇട്ടോടാ. മോള് കരഞ്ഞോ? പാവം കുട്ടി. സത്യം പറയാലോ, അതിനിവിടെ തരുന്ന
കഷ്ടപ്പെടുന്ന ആ കുട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാ എല്ലാം കണ്ടറിഞ്ഞ ആ കുട്ടി ചെയ്ത്. ഞാൻ കുറേ തവണ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ മോള് സമ്മതിച്ചില്ല. ഒടുവിൽ നീയെല്ലാം അറിയുമ്പോൾ നിനക്കൊരു സർപ്രൈസ് കൂടി ആവട്ടെ എന്ന് പറഞ്ഞ് ഇന്നലെ നീ അവളെ കൊണ്ടുവിടാൻ പോകുന്ന പറഞ്ഞപ്പോൾ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പോയ ശേഷം എല്ലാം നീ അറിഞ്ഞാൽ മതിയെന്ന്. അതറിഞ്ഞു കഴിയുമ്പോൾ എന്നെ വന്ന് വേഗം വിളിക്കുന്ന അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അത്രേ. നല്ലൊരു മോളാക്കിച്ചു അത്. നമുക്ക് അവളെ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നൂടെ? എല്ലാം കേട്ട് കഴിഞ്ഞാൽ കൃഷ്ണ ഒരു തളർച്ചയോടെ അവിടെ ഇരുന്നു. അവന്റെ മുഖം കണ്ട് ജാനുമ്മ കാര്യം ചോദിച്ചു. അവനുണ്ടായ സംഭവമൊക്കെ പറഞ്ഞു. കേട്ട് കഴിഞ്ഞാൽ ജാനുമ്മ കൃഷ്ണയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അമ്മേ, മീണ്ടരുത്. നീ എന്റെ മകൻ തന്നെയാണോടാ. കാശിന് വേണ്ടി നീ ആ പാവം കൊച്ചിനെ ആ ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു അല്ലേ? നിന്നോടുള്ള വിശ്വാസത്തിലല്ലടാ അവൾ ഇറങ്ങി വന്ന്. എന്നിട്ട് നീ അവളെ ചതിച്ചു അല്ലേ? നീ ഇപ്പൊ പോണം. എനിക്ക് എന്റെ മോളെ തിരികെ കൊണ്ടുവരണം. ഒരു പോറല് പോലും എന്റെ കുട്ടിക്ക് ഉണ്ടാവരുത്. പോ, അവളെയും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. അല്ലെങ്കിൽ ഈ വീടിന്റെ പടി നീ ചവിട്ടരുത്. ഈ സമയം രാധിക നവീന്റെ കയ്യിൽ കിടന്ന് പിടക്കിയായിരുന്നു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ മുഴുവൻ സ്വത്ത് ഞാൻ എഴുതരാം. എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് പോണം. പോവാനോ? എങ്ങോട്ട്? നീ ഇനി എങ്ങോട്ടും പോവില്ല. നിന്നെ എനിക്ക് വേണം. നീ എന്താ വിചാരിച്ച്? നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആരും കാണില്ലെന്ന് വിചാരിച്ചു? നീ അവിടുന്ന് പോയതിന് പിന്നാലെ എന്റെ കണ്ണ് നിന്റെ പുറകെയുണ്ടായിരുന്നു. പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ഒരുത്തൻ. എന്താ അവന്റെ പേര്? കിച്ചു എന്ന കൃഷ്ണ. എനിക്കറിയാവുന്ന ഫുൾ ബാക്ക്ഗ്രൗണ്ട്. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ, ഒരുപാട് കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നടുവിൽ ജീവിക്കുന്നവൻ. അവന്റെ കടം വീട്ടാനുള്ള പണം അവന് കൊടുത്താൽ എനിക്ക് നിന്നെ കിട്ടും. ഒരിക്കലും അവൻ പണിയുന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു. അവനെ കണ്ടു. അവന്റെ കയ്യിൽ നീ ഉണ്ടെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം അന്ന് രാത്രി ബസ് സ്റ്റോപ്പിൽ നീ അവന്റെ പുറകെ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ കണ്ടിരുന്നു. അപ്പം മുതൽ ഞാൻ നോക്കിയത് നിന്നെയല്ല, അവനെ ആയിരുന്നു. പിന്നീട് ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴല്ലേ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാ അവൻ പണിയുന്ന സ്ഥലത്ത് പോയി ഞാൻ അവന്റെ പണി ഇങ്ങോട്ട് കളഞ്ഞ്. അവന്റെ പണി പോയത് ഞാൻ കാരണമാണെന്ന് അറിഞ്ഞപ്പോ അവനെന്നെ കാണാനും വന്നു. എന്നെ നേരെ അവന്റെ കലിപ്പും കൊണ്ട് വന്നു. പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. ഞാൻ നിന്റെ ഫോട്ടോ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവളെന്റെ കൈ കൊണ്ടുവന്ന് അവന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താനുള്ള കാശ് ഞാൻ കൊടുക്കാമെന്ന്. ആദ്യം അവൻ സമ്മതിച്ചില്ല. പിന്നെ അവന്റെ അമ്മയെ പിടിച്ചപ്പോൾ സമ്മതിച്ചു. നിന്നെ എന്റെ കൈ കിട്ടിയില്ലെങ്കിൽ അവന്റെ അമ്മയെ ഞാനങ്ങ് തീർക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയെ വെച്ച് ഒരുത്തനൊരു കളിക്കിറങ്ങിയില്ലല്ലോ. അവന്റെ മുന്നിൽ രണ്ടേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ നീ. രണ്ടിലും ഏത് വേണം ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവന്റെ അമ്മയാ. അങ്ങനെ ജോലി ഏറ്റെടുത്തു. നീ എന്താടി കരുതിയത്? നിന്റെ ഉള്ള സ്നേഹം കൊണ്ടാവൻ നിന്നെ സംരക്ഷിച്ചു തന്നു. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ അവൻ നിന്നെ എന്റെ കൈ കൊണ്ട് തന്നു. അവന് കൊടുക്കാനുള്ള കാശും കൊടുത്തു വിട്ടു. അവന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കാണും. അപ്പൊ മോളെ, ചേട്ടനോട് സഹകരിക്കല്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞതും രാധിക ഒരു മരവിപ്പോടെ നോക്കി. വേണ്ട നവിയേട്ട, എന്നെ വിട്ടേക്ക്. എനിക്ക് പോണം. എനിക്ക് പേടിയാ. എന്നൊന്നും ചെയ്യല്ലേ. അങ്ങനെ വിടാൻ വേണ്ടിയിട്ടല്ലല്ലോടെ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ച്. മര്യാദക്ക് നീ എനിക്ക് വഴങ്ങിക്കോ. അതെല്ലാം ഞാനായിട്ട് ബലം പ്രയോഗിക്കണം എന്നാണോ? അത്രയും പറഞ്ഞ് നവീൻ രാധികയെ കടന്നു പിടിച്ച് കഴിയുന്നത്ര ബലമെടുത്ത് രാധിക അവനിൽ നിന്ന് കുതറി. ആ ദേഷ്യത്തിൽ നവീൻ രാധികയെ ശക്തമായി മുഖത്തടിച്ചു. അടികൊണ്ട് അവൾ ബെഡിലേക്ക് വീണു. ആ നിമിഷം അവളിലേക്ക് അമരാൻ നിന്നവന്റെ പുറകിലേക്ക് വാതിൽ പൊളിച്ച് ഒരുത്തൻ അവന്റെ മേൽ വീണു. തിരിഞ്ഞു നോക്കിയ നവീൻ കണ്ടു, മുഖം വലിഞ്ഞു മുറുകി തന്നെ കൊല്ലാൻ കണക്കിന് നിൽക്കുന്ന കൃഷ്ണയെ. ഒരു ചിരിയോടെ നവീൻ അവന്റെ അരികിലേക്ക് ചെന്നു. എനിക്കറിയാടാ നീ വരുമെന്ന്. അത്ര പെട്ടെന്നൊന്നും എനിക്ക് അവളെ മറക്കാൻ കഴിയില്ലല്ലോ, വിട്ടുതരാനും കഴിയില്ലല്ലോ. കയ്യിൽ നിന്ന് ബാഗ് നവീന്റെ കാൽച്ചോട്ടിലേക്ക് ഇട്ടുകൊണ്ട് കൃഷ്ണ പറഞ്ഞു, നീ എനിക്ക് തന്ന മുഴുവൻ പണം ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. അവളെനിക്ക് വേണം. നിനക്കോ? അവളെയോ? നിനക്ക് എന്തിനാണ് അവളെ? നിനക്ക് വേണ്ടത് പണമല്ലേ? അത് ഞാൻ തന്നില്ലേ? സമയം കളയാതെ ഇവിടുന്ന് പോവാൻ നോക്ക്. പോവാൻ തന്നെ വന്ന്, പക്ഷെ പോകുമ്പോ കൂടെ അവളും കാണും. നീ ആയിട്ട് തന്നാൽ നിനക്ക് അത്രയും വേദന കുറച്ചേ കിട്ടൂ. അതെല്ലാം ഞാനായിട്ട് എടുത്താ നിനക്ക് താങ്ങാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നിനക്ക് അവളെ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. ഒരു തവണയെങ്കിലും ഒരു തവണ എനിക്ക് അവളെ വേണം. അത് കഴിഞ്ഞ് അവൾക്ക് ജീവനുണ്ടെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ തൊട്ടുനോക്കടാ. നവീൻ ഒരു പുച്ഛച്ചിരിയോടെ കൃഷ്ണയെ നോക്കി. ശേഷം തിരിഞ്ഞ് രാധികയുടെ കയ്യിൽ പിടിക്കാൻ തുനിഞ്ഞതും അവന്റെ പുറത്തെ ശക്തമായ കൃഷ്ണയുടെ കാൽ പതിച്ച് കമിഴ്ന്നടിച്ച് നവീൻ തറയിലേക്ക് വീണു. രാധു വാ. കൃഷ്ണയുടെ വിളി കേൾക്കുന്ന താമസം രാധിക ഓടിച്ചെന്ന് കൃഷ്ണയെ കെട്ടിപ്പിടിച്ചു. കീച്ചേട്ടാ, എന്തിനാ എന്നോട് തനിച്ചാക്കി പോയത്? എനിക്ക് പേടിയാവുന്നു. നമുക്ക് ഇവിടുന്ന് പോവാം. എന്നെ എത്രയും വേഗം കൊണ്ടുപോവാം. രാധു, എന്നോട് ക്ഷമിക്കണേ മോളെ. ഒന്നും അറിയാതെ ഞാൻ നിന്നെ. പോവാം. സാരില്ല. കീച്ചേട്ടൻ തിരിച്ചു വന്നില്ലേ? എനിക്ക് അത് മതി. നമുക്ക് തിരിച്ചു പോവാം. പക്ഷെ ഇവന് കൊടുക്കാനുള്ള കൊടുത്തിട്ട് വരട്ടെ, എന്നിട്ട് പോവാം. രാധികയുടെ രണ്ട് കവളയും പാടുകൾ കാണെ കൃഷ്ണയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൻ രാധികയെ തന്നിൽ നിന്ന് നടത്തി മാറ്റി നവീന്റെ അരികിലേക്ക് ചെന്നു. അവനെയും അവന്റെ ആൾക്കാരെയും നല്ലപോലെ എടുത്ത് പെരുമാറി. അടികൊണ്ട് അവശനായി തളർന്നു കിടക്കുന്ന നവീന്റെ കോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. രാധു! ഒരാഴ്ചയോടെ കൃഷ്ണ വിളിച്ചു. രാധിക ഞെട്ടലോടെ അവനെ നോക്കി. അടുത്തേക്ക് വരാൻ കൃഷ്ണ കണ്ണുകൊണ്ട് കാണിച്ചു. രാധിക അവൻ അരികിലേക്ക് ചെന്നു.
നിന്നോട് ചെയ്തതിന് നീ ഞാൻ കൊടുത്തേക്ക്. ഒരു നിമിഷം രാധിക ദേഷ്യത്തോടെ നവീനെ നോക്കി. തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് സർവ്വശക്തിയും എടുത്ത് അവൾ മുഖത്തേക്ക് ആഞ്ഞു തള്ളി. അടികൊണ്ട് നവീൻ താഴേക്ക് വീണു. ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ. പിന്നെ നിന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം അവരോടും പറഞ്ഞേക്ക്. ഇനി ഇവൾക്ക് പിറകെ വരുതെന്ന് വന്നാ. ഒരു താക്കീതോടെ കൃഷ്ണ അവന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ ശേഷം രാധികയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ ജാനുമ്മ നിറഞ്ഞ മിഴികളോടെ വീടിന്റെ ഉമ്മറത്ത് അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരിരുവരും വരുന്ന കണ്ട് ജാനുമ്മ ഓടിച്ചെന്ന് രാധികയെ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെ, എന്റെ മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരാപത്തും വന്നില്ലല്ലോ, ദൈവത്തിന് നന്ദി. ഇനി എന്റെ മോളെ എങ്ങോട്ടും പോകണ്ട, അമ്മയുടെ കൂടെ ഇവിടെ നിന്നാ മതി. നമ്മളെ സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. കൃഷ്ണയെ നോക്കി ജാനുമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. കൃഷ്ണയാണ് ഈ രണ്ട് കണ്ണും മിഴിച്ച് അമ്മയെ നോക്കി. നീ നോക്കണ്ടടാ, ഞാൻ നിന്നെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞു. ഇനിയും പറയും. കുറച്ച് നേരത്തേക്കാണെങ്കിൽ നീ എന്റെ മോളെ എന്നെയും മറന്നില്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും പുറത്തു പോകുന്ന എനിക്കൊന്ന് കാണണം. ഇല്ല, പോകുന്നില്ല. അമ്മ എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ട് വളർത്ത്. കുടുംബത്തെ ചെലവിന് ഇവിടെ പുറത്തുപോയി അധ്വാനിച്ച് കൊണ്ടുവരും. നമുക്കതിനും തിന്നാം. ബാക്കിയുള്ളവന് ഇവിടെ ഇടിയും കൊണ്ട് തുണിയും കയറി നിൽക്കുക ദേഹം മുഴുവൻ നല്ല വേദനയുണ്ടെന്ന് നോക്കുന്ന പോലും ഇല്ല. എടി, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോടി. അമ്മ, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വെക്ക്, മേലാകെ നല്ല വേദന. അകത്തോട്ട് വരാൻ രണ്ടാളും. പിന്നീട് അങ്ങോട്ട് രാധികക്ക് നവീന്റെ അവന്റെ വീട്ടുകാരുടെ അടുത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. കിച്ചുവിനാണെങ്കിൽ ജാനുമ്മ ചില നിബന്ധനകൾ കൂടി വെച്ചു. വിവാഹം കഴിയാതെ രാധികയുടെ അടുത്ത് പോവാനോ മിണ്ടാനോ പാടില്ല. അതിന്റെ പേരിൽ അമ്മയെ അരച്ചേൽക്കി കുടിക്കാനുള്ള ദേഷ്യം കിച്ചുവിനുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം അമ്മ പുറത്തുപോയ സമയം കിച്ചു രാധികയുടെ അടുത്തേക്ക് ചെന്നു. രാധു, എന്താ? എന്നോട് ദേഷ്യമാണോ നിനക്ക്? എന്തിന്? ഞാനൊന്ന് അങ്ങനെയൊക്കെ ചെയ്തതിന്. അങ്ങനെ ചെയ്ത ആൾ തന്നെയല്ലേ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. പിന്നെന്തിനാ എനിക്ക് ദേഷ്യം? അല്ല, എനിക്കൊരു കുറ്റബോധം. അതാ നീ ഇങ്ങനെ മിണ്ടാതെ കാണാൻ നടക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല പെണ്ണേ. നീ എൻ്റെ അടുത്ത് വേണം തോന്നുക. അതിനുള്ള സമയം കുറിച്ചുകൊണ്ടാണ് ഞാൻ വന്ന്. അധികം വൈകാതെ അവൾ നിന്റെ അടുത്ത് തന്നെ കാണും. പിന്നിൽ നിന്ന് ജാനുമ്മയുടെ പറച്ചിൽ കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. വീടിന്റെ പാലുകാച്ചിൽ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വിവാഹം ഉണ്ടാവും. പിന്നെ നമുക്ക് പുതിയ വീട്ടിലേക്ക് തന്നെ മാറണം. ഈ വീട് വാടക കൊടുക്കാം, വിൽക്കണ്ട. അച്ഛൻ ഉറങ്ങുന്ന മണ്ണ, അതുകൊണ്ട് വിൽക്കണ്ട, വാടക കൊടുക്കാം. അതുപോലെ അത് മതി, അങ്ങനെ ആവട്ടെ. എന്നാ എൻ്റെ മോൻ അങ്ങോട്ട് ചെല്ല്. നിന്നോട് ഞാൻ പറഞ്ഞൊക്കെ നീ മറന്നുപോയോ? കൃഷ്ണ അവിടെ നിന്ന് തലകുനിച്ച് ഒന്നും മിണ്ടാതെ പോയി. അധികം വൈകാതെ വീണ്ടും പാലുകാച്ചൽ നടന്നു. ശേഷം മഹാദേവന്റെ അമ്പലത്തിൽ വെച്ച് രണ്ടുപേരുടെയും വിവാഹം നടന്നു. ചെല്ലു മോളെ, അവനോടെ കാത്തിരിപ്പുണ്ടാകും. കുറെ ദിവസമായാലും രണ്ടാളും വരെ തിരക്കിൽപ്പെട്ട് കാണാതെ മിണ്ടാതെ നടക്കുന്നു. ഇനി അത് വേണ്ട, എല്ലാം തുറന്നു പറഞ്ഞ് പുതിയൊരു ജീവിതം ഇന്ന് തന്നെ തുടങ്ങണം. ചെല്ല്. മുറിയിലേക്ക് കയറി വരുന്ന രാധികയെ നോക്കി കിച്ചു കട്ടിലിരിപ്പുണ്ടായിരുന്നു. എത്ര നേരായിട്ട് വേണേ, കാത്തിരുന്ന് മനുഷ്യന്റെ ക്ഷമ കിട്ടും. ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞില്ലല്ലോ കാത്തിരിക്കാൻ, ഉറങ്ങായിരുന്നില്ലേ? നീ വരാതെയോ? ഇതായി പാൽ കുടിച്ചിട്ട് കിടന്നു നോക്കൂ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. അപ്പൊ നമ്മുടെ ആദ്യ രാത്രി കാളരാത്രി കിടന്നുറങ്ങാൻ നോക്ക് മനുഷ്യ. നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല രാധു, എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അയ്യോ പാവം, ഒരു ദയയില്ലാത്ത ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം എന്നെ ചതിച്ചില്ലേ? ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. തിരിഞ്ഞു പോലും നോക്കാതെ പോയില്ലേ? അപ്പോഴേക്കും എവിടെ പോയി നീ പറഞ്ഞ സ്നേഹം? കീച്ച് ഓടിച്ചെന്ന് രാധയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് ക്ഷമിക്ക് രാധു, എനിക്ക് വേറെ വഴിയിലായിരുന്നു. നിന്നെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവരെൻ്റെ അമ്മയെ കൊല്ലും. എൻ്റെ അച്ഛനടക്കിയ മണ്ണ് എനിക്ക് നഷ്ടപ്പെടും. എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ പെട്ടുപോയതാ. എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. പക്ഷെ നിന്നെ ഒരിക്കലും അവൻ്റെ കൈ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അന്ന് ആ പണമായിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴാണ് അമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ആ നിമിഷം തന്നെ അവൻ എനിക്ക് തന്ന പണം ഞാൻ തിരിച്ചു കൊടുത്തില്ലേ? നിനക്കൊരു പവർ പോലും ഇല്ലാതെ ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ? അതുമാത്രമല്ലല്ലോ, ഇതിൻ്റെ പേരും പറഞ്ഞ് നീ അമ്മ എന്നെ എന്തോരം ശിക്ഷിച്ചു. അതിലെ ഞാൻ മിണ്ടാന്ന് സ്വീകരിച്ചില്ലേ? ഇനി എനിക്ക് വയ്യ, എനിക്ക് ജീവിക്കണം. നിന്റെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ, എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് സമാധാനമായി ജീവിക്കണം. മതിയടി, ഇനിയും എന്നെങ്ങനെ വേദനിപ്പിക്കല്ലേ. ഇനി ഒരിക്കലും എന്തിൻ്റെ പേരിലാണെങ്കിലും നിന്നെ ഞാൻ കൈവിടില്ല. മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്നെ ഒന്ന് വിശ്വസിക്കരുത് പ്ലീസ്. അത്രയധികം വേദനയോടെ പറയുന്ന കൃഷ്ണയെ രാധികയ്ക്കും കണ്ണിൽ നിന്ന് അടിക്കാനായില്ല. അവൻ ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് തന്നിലേക്ക് ചേർത്തു. രണ്ടുപേരുടെയും മിഴികൾ നിറഞ്ഞൊഴുകി. ആ നിമിഷം പുതിയൊരു ജീവിതം അവർ തുടങ്ങിയായിരുന്നു.